എന്താ മോനെ? അതെ, രാധിക ചേച്ചി പോലെ ഒരു ആന്റി ഇവിടെ ഉണ്ട്. പോലീസുകാരെ വരുന്ന ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല സർ. ഞങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടും ആ സിഐക്ക് സർ, ആ സിഐയുടെ സാന്നിധ്യത്തിലായിരുന്നെങ്കിൽ ഞങ്ങളത് കണ്ടുപിടിച്ചേനെ. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. പക്ഷേ നിങ്ങൾ കാണിച്ചത് സാഹസമാണ്. എന്തുകൊണ്ട് നേരത്തെ എന്നെ അറിയിച്ചില്ല? ശ്യാമ മേഡത്തെ ഒരിക്കൽ കണ്ടെത്തിയിട്ട് വീണ്ടും നഷ്ടപ്പെട്ടതും ഇപ്പോഴും അന്വേഷണത്തിൽ പുരോഗതിയില്ലാത്തതും എന്റെ സർവീസ് കാലഘട്ടത്തിലെ ഏറ്റവും വലിയ വീഴ്ചയായിട്ടാണ് ഞാൻ കാണുന്നത്. അതിനെനിക്ക് പ്രായച്ചിത്തം ചെയ്യാനുള്ള അവസരം കൂടിയാണത്. ഇപ്പോൾ തന്നെ വേണ്ട കാര്യങ്ങൾ ചെയ്തേക്കാം. സർ, അവിടെ അകപ്പെട്ടു പോയ ഒരുപാട് പേരുണ്ട്. ഇപ്പോ ഞങ്ങളുടെ ഇവിടെ ആറ്റുശ്ശേരി സദ്യയുടെ കാര്യത്തില് ജോലി ചെയ്യുന്നൊരു ചേച്ചിയുണ്ട്. അവരുടെ മകനും അവിടെയാ. അവന്റെ ഡിസ്ചാർജ് വേണമെന്ന് പറഞ്ഞിട്ട് പോലും വിട്ടുകൊടുക്കാൻ അവർ തയ്യാറാവുന്നില്ല. അവിടെ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് സർ. ഒരിക്കലും അവിടെ എത്തിയ ഒരാൾ പോലും ആ സ്ഥിതി മാറി പുറത്തു വന്നിട്ടില്ല. മീഡിയയ്ക്ക് അറിയാതെ എങ്ങനെയൊക്കെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അത്തരം സ്ഥാപനങ്ങൾ കുറെ എണ്ണമുണ്ട്. പ്രോപ്പറായി ഒരു നീക്കത്തിലൂടെ അല്ലാതെ അതെല്ലാം ഒന്നിച്ച് അവസാനിപ്പിക്കാൻ പറ്റില്ല. രാധിക പറഞ്ഞ കുട്ടിയുടെ പേരെന്താ? ബിച്ചു. അന്വേഷിക്കുന്ന കൂട്ടത്തിൽ ആ കുട്ടിയുടെ കാര്യം കൂടെ തിരക്കാം. ഓക്കെ ദെൻ, ഡോണ്ട് വറി. നിങ്ങൾ സംശയിക്കുന്ന പോലെ ശ്യാമ മേഡവും അമൃത മേഡവും ആ ഹോസ്പിറ്റലിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ കണ്ടെത്തിയിരിക്കും. ഓക്കെ, താങ്ക് യു സർ. സാറ് ചോദിച്ച സത്യ. നമുക്ക് നേരത്തെ തന്നെ സാറിനോട് അങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു. പോട്ടെ, സാറെന്തായാലും അന്വേഷിക്കുന്നു പറഞ്ഞല്ലോ. എന്തുപറ്റി? പെട്ടെന്ന് തന്നെ മുഖമല്ലാതായി. ഒന്നുമില്ല, നമ്മൾ പോലീസിനെയും കൂട്ടി ചെന്നാലോന്ന് കരുതി. അമ്മ എന്തേലും? വേണ്ട, അങ്ങനൊന്നും ചിന്തിക്കണ്ട. താൻ എപ്പോഴും പറയാറുള്ളത് തന്നെ ശരി. അമ്മ എവിടെയുണ്ട്. നോക്ക്, താൻ തൻ്റെ അമ്മയെ കണ്ടെത്തുന്നവരെ അമ്മ ആയുസ്സോടെയും ആരോഗ്യത്തോടും തന്നെ ഉണ്ടാവും. അതിലൊരു സംശയം വേണ്ട. കേറ്. കുറെ നേരമായി ഉറക്കത്തിൽ അസ്വസ്ഥത കാണിക്കാൻ തുടങ്ങിയിട്ട്. എഴുന്നേക്കുമെന്ന് എനിക്ക് അറിയായിരുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് മോളുടെ അടുത്ത് എത്തണം. എടുത്തേ, ഭഗവാൻ അത് വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കും ശ്യാമേ. വെള്ളമുണ്ടോ? നോക്കട്ടെ. ശ്യാമേ, പുറത്താരെങ്കിലും ഉണ്ടോ നോക്കട്ടെ.
ഹലോ, പുറത്താരെങ്കിലും ഉണ്ടോ? ഹലോ. ശ്യാമേ, അവരെ ഡോറ് പൂട്ടാൻ മറന്നു എന്നാ തോന്നുന്നേ. വേണമെങ്കിൽ നമുക്ക് ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങാം. ചിലപ്പോ നമുക്ക് രക്ഷപ്പെടാനുള്ള അവസരം ഇതായിരിക്കും. ആ, വാ. എടുത്തേ.